പഴയ തുളുനാട്, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിലെ നായർ പടത്തലവന്മാരും പടയാളികളും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതി വരെ പൂണൂൽ ധരിച്ചിരുന്നു. സ്വദേശി വിദേശി ചരിത്രരേഖകളിൽ നിന്നും ചരിത്ര രചനകളിൽ നിന്നും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രേഖകൾ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രേഖകൾ, പോർട്ടുഗീസ് മിഷണറി രേഖകൾ, ഇവർ വരച്ച ഛായാചിത്രങ്ങൾ എന്നിവയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാളും പരിചയും ഏന്തിയ നായന്മാർ പൂണൂൽധാരികൾ ആയിരുന്നു എന്നതാണ്. 17-ാം നൂറ്റാണ്ടിൽ പേർഷ്യ മുതൽ ശ്രീലങ്ക വരെ യാത്ര ചെയ്ത ജർമ്മൻ സഞ്ചാരിയായ ജീൻ ആൽബർട്ട് മെൻഡലോസോ, 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി മാ ഹുവാൻ, 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ലോപ്പസ് ഡി കാൻഡനീസ് എന്നിവരുടെ രേഖകളിലും അവർ നിരീക്ഷിച്ച് വരച്ച ചിത്രങ്ങളിലും നായന്മാർ പൂണൂൽ ധരിച്ചവരായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ കളരികൾ നിരോധിക്കുകയും നായന്മാർ വാളും പരിചയും കൊണ്ടു നടക്കുന്നത് നിരോധിക്കുകയും ചെയ്തു. വാളും പരിചയും ഉപേക്ഷിച്ച് പുറത്തിറങ്ങേണ്ടി വന്ന നായർ പോരാളികൾ ക്രമേണ തങ്ങളുടെ പൂണൂലും ഉപേക്ഷിച്ചു തുടങ്ങിയതായി ചരിത്രകാരന്മാർ പറയുന്നു.